നാരായണൻകുട്ടിയേട്ടാ, കീ അനിയത്തിക്കുട്ടി ഒന്ന് വാങ്ങിക്കൊണ്ട് പോയല്ലോ. അവൾ എത്തിയോ? പിന്നെ ഒരു അരമണിക്കൂറായിട്ടുണ്ടാവും. ഓടിക്കൊരങ്ങി. ഇത് കനി, എന്റെ അനിയത്തിയാ. 5th പഠിക്കുവാ. എന്റെ സ്കൂളിലല്ലാട്ടോ, സെയിന്റ് തെരേസാസില്. എനിക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഇവളെ കാണണം. സങ്കടം വരുമ്പോ ഇവളെ കണ്ട എല്ലാ സങ്കടവും തീരും. സന്തോഷം വരുമ്പോ ഇവളെ കണ്ടില്ലെങ്കിൽ ഒരു സന്തോഷവും തോന്നില്ല. ചുമ്മാ ഒറ്റക്കിരുന്ന് മോൾക്ക് ബോറടിച്ചോടാ. ഇതെന്റെ ഗോൾഡിക്കുട്ടി. കനി കഴിഞ്ഞ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവളെയാ. സ്കൂളിൽ പോകുമ്പോ ഇവളെ താഴെ നാരായണൻകുട്ടിയേട്ടന്റെ അടുത്താക്കും. ഇപ്പൊ കനി കൊണ്ടുവന്നതാ. നീ വല്ലതും കഴിച്ചോ? ഇല്ല. ഫ്രിഡ്ജിലൊന്നുമില്ലേ? മമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവൂലോ. നോക്കി ചേച്ചി വന്നിട്ട് ചൂടാക്കി തട്ടേന്ന് കരുതി. ഇങ്ങനൊരു മടിച്ചി. ചെല്ല്, യൂണിഫോം മാറ്റിട്ട് വാ. ഹലോ നിധി, മമ്മിയാണ്. കനി എത്തിയോ? വന്നപാടെ രണ്ടാള് യൂണിഫോം പോലും മാറ്റാതെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാവും അല്ലേ? ശരി ശരി. ആ, ഫുഡ് ചൂടാക്കി കഴിക്കേ. പിന്നെ പപ്പ വിളിച്ചിരുന്നു, ഇന്ന് വരും. ഷോപ്പ് അടച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പപ്പയും പിക്ക് ചെയ്തേ വരൂ. 8:30 ട്രെയിന്. അതുവരെ ടിവിയും കണ്ട് കളിച്ച് നടക്കാതെ രണ്ടാളും ഇരുന്ന് പഠിച്ചോളണം. ഓക്കെ, മമ്മി വെക്കുക. ഷോപ്പിൽ നല്ല തിരക്ക്. ശരി മമ്മി. അതാ ഞങ്ങളുടെ മമ്മി. മമ്മിക്ക് എപ്പോഴും തിരക്കാ. സിറ്റിയില് 2 ഷോപ്പുണ്ട്. രാവിലെ പോയാല് രാത്രി 8 മണിക്ക് ഷോപ്പ് അടച്ചിട്ടേ വരൂ. എന്നാലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മമ്മി നന്നായി ശ്രദ്ധിക്കും. ഞങ്ങളെ വലിയ ഇഷ്ടാ. എല്ലാ മമ്മിമാർക്കും മക്കളെ ഇഷ്ടായിരിക്കും. പക്ഷെ ഞങ്ങളുടെ മമ്മിക്ക് ഞങ്ങള് 100 ഇരട്ടി ഇഷ്ടവാ. പിന്നെ എന്റെ പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും പറഞ്ഞില്ല. പറയാം, ഇനി ഒരിക്കൽ പറയാം. ഹലോ. ഹായ് പപ്പ. നിധിമോൾ എവിടെ? ചേച്ചി ഡ്രോയിങ്ങിലാ. എങ്ങനെയുണ്ട് നമ്മുടെ പഠിപ്പൊക്കെ? നമ്മുടെ പഠിപ്പൊക്കെ അടിപൊളി. ചേച്ചിയുടെ കാര്യം എനിക്കറിയില്ല. കണ്ടോ, വെറുതെ അല്ലേ ഇവള് പാരയാണെന്ന് നിധി പറയുന്നത് അല്ലേ? ഏയ്, എന്തു പറ്റി മോക്ക്? മുഖം ആകെ വാടിയിരിക്കുന്നു. സുഖമല്ലേ? ഒന്നുമില്ല. അല്ലല്ല, എന്തോ ഉണ്ട്. അതൊന്ന് ഞാൻ ഒരാഴ്ച കഴിഞ്ഞു കാണുന്നതിന്റെ ആവോ? അത്രേ ഉള്ളൂ, അല്ലാതെ അവൾക്ക് അസുഖമൊന്നുമില്ല. ഓക്കെ. ആ, രണ്ടാൾക്കും പപ്പയുടെ വക ഒരു സർപ്രൈസ് ഉണ്ട്. ഡ്രസ്സാ? എക്സാക്ട്ലി. എല്ലാ ആഴ്ചയും വരുമ്പോ ഓരോന്നിങ്ങനെ വാങ്ങി കൊടുക്കണോ? സാലറി മുഴുവൻ സ്പെൻഡ് ചെയ്ത് തീർന്നാലേ മോഹന് സമാധാനാവുള്ളൂ. തന്നെ പോലെ വരവ് ചെലവ് കൃത്യമായി നോക്കി ജീവിക്കാനേ ഞാൻ ബിസിനസ്സുകാരനൊന്നുമല്ല. അല്ല മക്കളെ? മോക്ക് ഇഷ്ടപ്പെട്ടോ? ഗുഡ്. പപ്പയുടെ ലിറ്റിൽ ഏഞ്ചൽസ് ഒരു കാര്യം ചെയ്യും. വേഗം ഈ ഡ്രസ് ഇട്ട് റെഡിയായി വാ. പപ്പ ഒന്ന് കാണട്ടെ. എന്നിട്ട് നമ്മൾ പുറത്തു പോകുന്നു ഡിന്നറിന്. അപ്പോഴേക്കും പപ്പയെ ഒന്ന് ഫ്രഷ് ആവാം. ഞാനും വേഗം വേണം, എനിക്ക് ഭയങ്കര വിശപ്പ്. ഈ ചേച്ചിയുടെ ഒരു കാര്യം എന്താ വരാത്തെ? എനിക്ക് വിശക്കണു മമ്മി. വരും, നീ കിടന്ന് ബഹളം വെക്കാതെ. ഒന്ന് ഡ്രസ് ചെയ്യാൻ ഇത്ര നേരം? ഞാൻ എത്ര പെട്ടെന്ന് റെഡിയായി. നീ എന്താ പപ്പ വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ് ഇടാത്തെ? അത് ലൂസാ. അപ്പൊ അവളുടെ കറക്റ്റ് ആണല്ലോ. പോട്ടെ, അവക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ വാങ്ങിക്കാം. അല്ല മോളെ? പപ്പ വണ്ടി വിട്, വിശപ്പ്. ആരാ അത്?
സ്കൂൾമേറ്റാ. ആ വേണമെങ്കിൽ പോയി സംസാരിച്ചോളൂ. ഇല്ല, വേണ്ട. ഇറ്റ്സ് ഓക്കെ, ചെല്ല്. മമ്മി വേഗം ഓർഡർ ചെയ്യ്, എനിക്ക് വിശക്കണു. ആ, ഹായ്. എനിക്കിത് മതി. ഹലോ, ഇത് നിധി. ഹായ്. ഹായ്. എന്റെ സ്കൂളിലാ. ബോയ്സ് സ്കൂളിലോ? അല്ലല്ല, വേറെ സ്കൂളില്. എന്റെ ഫ്രണ്ടാ. ഫ്രണ്ടെന്ന് പറഞ്ഞോ? ഫ്രണ്ട്. ഇതെന്റെ ചേച്ചി അനിത പണിക്കർ, ഇന്ത്യ വിഷനിലെ പ്രൊഡ്യൂസറാ. ഞാൻ കണ്ടിട്ടുണ്ട് പ്രോഗ്രാം. ഇത് രമേശ് ചേട്ടൻ, ഇന്ത്യ വിഷനിൽ തന്നെയാ. ഹലോ. ഹലോ. ചേച്ചിയുടെ ഫ്രണ്ട്. ഇതെന്റെ പാരന്റ്സ്. ഹലോ. ഹലോ. ആ, ഓക്കെ, ബൈ. അപ്പോ എല്ലാം പ്ലാൻഡ് ആയിരുന്നു അല്ലേ? എന്ത്? രമേശ് ഗ്രാൻഡി പോവാന്ന് പറഞ്ഞിട്ടും നീ അല്ലേടാ കുട്ട ആ റെസ്റ്റോറന്റിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ നിർബന്ധം പിടിച്ചത്? അതുകൊണ്ട് നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയില്ലേ? ആ സുന്ദരിക്കുട്ടി ഇതുപോലെ പേരൻസിനെ നിർബന്ധിച്ചിട്ടുണ്ടാവും അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ. ഏത് സുന്ദരിക്കുട്ടി? ഞാൻ ഇന്നൊരു സുന്ദരിക്കുട്ടി അവിടെ കണ്ടുള്ളൂ. എന്താടാ അവളുടെ പേര്? നിധി. ഈ പ്രായത്തിൽ നിന്റെ ചേച്ചിക്ക് പോലും തോന്നാത്ത ഐഡിയ നിനക്ക് എങ്ങനെ തോന്നിയടാ? അത് ജന്മവാസന. ഓ, അതുകൊണ്ടാവും മീശ മുളയ്ക്കുന്നതിന് മുമ്പേ തുടങ്ങിയത്. വീട്ടിലെത്തട്ടെ, ഇന്നെന്താ നടക്കാൻ പോണെന്ന് കാണാം. ദേ, ഇവ കാര്യങ്ങൾ എന്നെ ഭരിക്കാൻ പറ്റരുത്. എനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞേക്കാം. വണ്ടി വിട്. എന്താടാ ഭരിച്ചാല്? ഒന്നുമില്ലേലും നിന്നെക്കാളും 5 വയസ്സിന് മൂത്തതല്ലേ ഞാൻ. 5 വയസ്സല്ലേ? 50 വയസ്സൊന്നും അല്ലല്ലോ. ചേച്ചി ഡിന്നറിന് ബോയ് ഫ്രണ്ടിനെ കൂട്ടു വിളിച്ചപ്പോ ഞാൻ എതിർത്തോ? അതുപോലെയാണോ ഇത്? ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തതല്ലേ? ആ, എന്നാ ഇതും ഫിക്സ് ചെയ്തു. എന്തോ? അല്ല, ഇതും ഫിക്സ് ചെയ്തു. ആര് ഫിക്സ് ചെയ്തു? ഞാൻ ഫിക്സ് ചെയ്തു. ഇറങ്ങടാ. ഉം. നിന്നോടാ പറഞ്ഞ ഇറങ്ങാൻ. എല്ലാ കാര്യവും നീ സ്വന്തമായി ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് ഇനി സ്വന്തമായി നടന്ന വീട്ടിലേക്ക് വന്നാ മതി. ചേച്ചി ഇവിടെ നല്ല ദൂരമുണ്ട്. ആ, സാരമില്ല. ഏയ്, ദേ ഓട്ടോ പിടിക്കാൻ കാശില്ല എന്റെ കയ്യില്. എന്താ സന്ദീപ് ഇത്? ചേച്ചിയുടെ കൂടെ പുറത്തു പോയാ ചേച്ചിയുടെ കൂടെ തന്നെയല്ലേ തിരിച്ചു വരിക, അല്ലാതെ അവളെ തനിച്ചേക്ക് മുങ്ങ ചെയ്യാ? ആര് പറഞ്ഞു ഞാൻ മുങ്ങിന്ന്? അനി പറഞ്ഞു റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങിയതു ഏതൊരു ഫ്രണ്ടിനെ കണ്ട് നീ അയാളുടെ ബൈക്കിന്റെ പിന്നാലെ കയറി പോയിന്ന്. 2 കിലോമീറ്റർ എന്നെ നടത്തിയതും പോരാ. 2 കിലോമീറ്റർ ഇല്ല, കഷ്ടി 1 ഫർലോങ് കാണും. 1 ഫർലോങ് ഞാൻ കാണിച്ചു തരാം. കുറെ നാളായി തുടങ്ങിയിട്ടത്. എങ്ങോട്ടാ വിളിക്കണത്? പോലീസ് സ്റ്റേഷനിലേക്കാ? അല്ല, ഖത്തറിലേക്ക്. മര്യാദക്ക് അച്ഛൻ്റെ അമ്മയുടെ കൂടെ അവിടെ കഴിഞ്ഞിരുന്ന എന്നെ കൂട്ടിനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്ന് ചേച്ചി പീഡിപ്പിക്കുകയാണെന്ന് അവരും കൂടെ അറിഞ്ഞോട്ടെ. ആ, അച്ഛനെ അമ്മയും വിളിക്കുമ്പോ എന്തിനാ മോനെ ഞാൻ വഴിയിലിറക്കി വിട്ടേന്നും കൂടി ഒന്ന് പറഞ്ഞേക്കണം. മോന് ബുദ്ധിമുട്ടാണെങ്കിൽ ചേച്ചി പറഞ്ഞോളാം. എന്താ വിളിക്കുന്നില്ലേ? പിന്നെ വിളിച്ചോളാം. എന്താ ഇനി ഇത്? നീ ഇവനെ ഇറക്കി വിട്ടാണോ അതോ ഇവൻ മുങ്ങിയതാണോ? രണ്ടും അല്ല അച്ഛമ്മേ. വരുന്ന വഴിക്ക് അച്ഛമ്മയുടെ പുന്നാര മോനെ ഒരു വലിയ നിധി കിട്ടി. നിധിയോ? ആ, അത് അച്ഛമ്മേ എന്റെ ഒരു കൂട്ടുകാരന്റെ കാര്യാ. അവന്റെ വീട്ടിൽ കിണർ കുത്തിയപ്പോ ഒരു വലിയ നിധി കിട്ടിത്രേ. ആ, കൂട്ടുകാരനെന്ന് പറഞ്ഞപ്പോ ഞാനന്ന് ചേച്ചി കേട്ടതാ. അത് ചേച്ചിക്ക് ഈടായിട്ട് ചെവിക്ക് എന്തോ തകരാറുണ്ട്. നാളെ നമുക്ക് ഡോക്ടറെ കാണാട്ടാ. വേണ്ട വേണ്ടടാ ചക്കരെ. എന്താന്നറിയില്ല, ചിലപ്പോ എനിക്ക് ചേച്ചിയോട് ഭയങ്കര സ്നേഹം വരും. ഈ കുട്ടികളുടെ ഒരു കാര്യം. ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്, നേരം പാതിരാത്രിയായി. അതെ, ഉറങ്ങേണ്ട സമയത്ത് കൃത്യമായിട്ട് ഉറങ്ങിയ ചേച്ചിയുടെ ചെവിയുടെ തകരാറ് മാറും, തലയുടെയും. അപ്പൊ പോയി കിടന്ന് ഉറങ്ങി ചക്കരെ. ഗുഡ് നൈറ്റ്.